ഹലോ. അപ്പം ഞാൻ ടെന്നീസ് എൽബോയെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ശനിയാഴ്ച ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം ഞാൻ കരുതി നമ്മൾ ഈ സാധാരണ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇഞ്ചക്ഷൻ ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ ഇഞ്ചക്ഷനല്ല. ഒരാൾക്കും നമ്മൾ പറയാറില്ല, ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ എന്ന്. ഞാൻ ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയാനും പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ആർക്കും വരാതിരിക്കട്ടെ. പരിചയമുള്ള ഒരു കുട്ടി പോയതാണ്. ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ എൻ്റെ കെട്ടിയോനെ അവിടേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് കയറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കയ്യിൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പോൾ ബ്ലഡൊക്കെ ആകെ വന്നിട്ടേ പുള്ളിക്കാരൻ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കരഞ്ഞാലമ്പാക്കും. അതവർക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ, കെയർ ചെയ്യണത് കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾ വന്നു. 5 ദിവസത്തെ ഫുൾ റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നും ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വന്ന വഴിക്ക് മേലൊക്കെ കഴിച്ചു വന്നു. പുള്ളിക്കാരൻ തന്നെ മേലൊക്കെ കഴിച്ചു വന്നു. ദൈവത്തോട് ഞാനിപ്പോൾ ഒരുപാട് നന്ദി പറയുക, അങ്ങനൊരു മനുഷ്യനെ എനിക്ക് തന്നത്. കാരണം അത്രയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. അത്രയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, പൊന്നു പോലെയൊക്കെ നോക്കുകയെന്ന്. പൊന്നു ഇപ്പോൾ സ്വർണത്തിനൊക്കെ വില കൂടുതലാണ്. അപ്പം ആ പൊന്നു പോലെയൊക്കെ നോക്കുക, അതിനപ്പുറമാണ് എന്നെ നോക്കുന്നത്. ദൈവത്തിന് ഒരുപാട് നന്ദി. ഈ അസുഖത്തിൻ്റെ പേരാണ്, ഈ അസുഖം കയ്യിൻ്റെ ഈ വേദന, ടെന്നീസ് എൽബോ. സഹിക്കാൻ പറ്റുന്ന വേദന അല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് നോക്കിയാൽ മതി. പിന്നെ ഇത് കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായി ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ ഞാനതൊക്കെ പറയാം കേട്ടോ. ഇപ്പം തന്നെ 3 മിനിറ്റ് എങ്ങാണ്ടായി.